നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തര മലബാറിന്റെ മാവോവാദി സാന്നിധ്യം വെടിവയ്പിലും കൊലയിലും എത്തിയിരിക്കുന്നു. വയനാട്ടിലെ വൈത്തരിയിലെ റിസോർട്ടിലെ മാവോയിസ്റ്റുകളും പോലീസുകാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. പോലീസുമായി മുഖാമുഖം ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ 2 മാവോയിസ്റ്റുകളിൽ ഒരാളാണ് മരിച്ചതെന്നാണ് സൂചന. വൈത്തിരിയിലെ റിസോർട്ടിൽ ഇരച്ചുകയറിയ മാവോയിസ്റ്റുകൾ താമസക്കാരെ ബന്ദികളാക്കിയിരുന്നു. ഇവർ പണവും 10 പേർക്കുള്ള ഭക്ഷണവും ആവശ്യപ്പെട്ടു. റിസോർട്ട് നടത്തിപ്പുകാർ വിവരമറിയിച്ചതോടെയാണ് പോലീസും തണ്ടർ ബോൾട്ടും സ്ഥലത്തെത്തി മാവോയിസ്റ്റുകളെ നേരിട്ടത്. ബുധനാഴ്ച രാത്രി 8:30 ആരംഭിച്ച ഏറ്റുമുട്ടൽ വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. രാവിലെ നടത്തിയ തിരച്ചിലിലാണ് റിസോർട്ടിന് സമീപം കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മാവോയിസ്റ്റ് സംഘാംഗത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. റിസോർട്ടിന് പുറത്തും അകത്തും തണ്ടർബോൾട്ട് സംഘാംഗങ്ങൾ കയറിയാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. ബഹളത്തിനിടെ മാവോയിസ്റ്റ് സംഘത്തിലെ ചിലർ സമീപത്തെ കാട്ടിലേക്ക് കടന്നുവന്ന വിവരത്തെ തുടർന്ന് അവിടെയും തിരച്ചിൽ നടത്തി. നടപടികളുടെ ഭാഗമായി പ്രദേശത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. ചിതറിയോടിയ മാവോയിസ്റ്റ് സംഘത്തിനായി കാട്ടിനുള്ളിൽ തിരച്ചിൽ തുടരുകയാണെന്നാണ് വിവരം. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ്. മാവോവാദികൾ മുഖാമുഖം പോലീസുമായി വെടിവയ്പ് നടത്തുന്നത് വയനാട്ടിനെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്നു. മുൻപ് കൊട്ടിയൂരിലും കണ്ണൂർ അടക്കാത്തോട്ടിലും മാവോവാദികൾ എത്തിയിരുന്നു. കൊട്ടിയൂരിൽ മാവോവാദികൾ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്യുകയും പോസ്റ്റർ പതിക്കലുമാണ് പതിവായി ചെയ്യുന്നത്. കൊട്ടിയൂർ വനത്തിനുള്ളിലേക്ക് മാവോ സംഘം കടന്നതായാണ് പോലീസ് പറയുന്നത്. ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് തലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാകുന്നത്. മുൻപ് മക്കിമലയിലും ചിറക്കരയിലും മാവോ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും സംഭവത്തിൽ പോലീസ് UAPA പ്രകാരം കേസെടുത്തിട്ടുണ്ട്. വയനാട്ടിൽ മാവോവാദി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. ഈ ഏറ്റുമുട്ടലിന് മാവോവാദികൾ തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയിലാണ് വയനാടും കണ്ണൂർ ജില്ലയിലെ വനസാമീപ്യ ഗ്രാമങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.